കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു എന്തായാലും ADMK നവീൻ ബാബുവിന്റെ മരണം. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെയാണ് ഈ സംഭവങ്ങളെല്ലാം തുടക്കം, അല്ലേ? അതെ. ADMനെ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹം താമസിക്കുന്ന മുറിക്കകത്ത് കണ്ടെത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിവാദങ്ങളും ഒക്കെ ഉണ്ടായത്. അതിലേക്ക് ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന്റെ NOCയുമായിട്ട് ബന്ധപ്പെട്ടത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് NOC കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും നന്നായി. ആ NOC എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം. ആ NOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ സമയത്ത് നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുന്നത്. 2024 ഒക്ടോബർ 14 കളക്ട്രേറ്റിൽ നടന്ന ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ PP ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെ ഒക്ടോബർ 15 രാവിലെ നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെ പരാതിയിൽ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലവിൽ PP ദിവ്യ ജാമ്യത്തിലാണ്. ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനമടക്കം ചൂണ്ടിക്കാട്ടി പോലീസ് ശരിയായ അന്വേഷണം നടത്തുന്നില്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തിയതും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആരോപണത്തിനപ്പുറം തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരിക്കായില്ലെന്നായിരുന്നു സർക്കാർ വാദം. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ അതൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രധാനപ്പെട്ട കേസായി മാറുന്നതും. ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ നവീൻ ബാബുവിന് സംഭവിച്ചെന്നറിയാൻ ഈ പറയുന്ന പോലെ ADMന്റെ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിൽ പൊതുസമൂഹത്തിനൊക്കെ അറിയണം എന്താണ് ആത്മഹത്യയിലേക്ക് നയിക്കാനിടയുണ്ടായ സംഭവങ്ങൾ. അത് ഈ പ്രസംഗം മാത്രമാണോ, അല്ല അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയിലുള്ള ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി അതെന്താകും എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും CBI ഈ കേസിൽ വരുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് ഉത്തരം ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അതെ.